ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. അപ്പം ആരെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ കഥയിലേക്ക് പോയാലോ. അപ്പം തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ കാണിക്കുന്നത് ചന്ദ്രമതിയെ ട്രാപ്പിലാക്കി നിൽക്കുന്ന ശ്രുതിയെയാണ്. അപ്പം ശ്രുതി വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം ശ്രുതിക്ക് അരികിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ചന്ദ്രമതി ആണെങ്കിലോ നേരെ ചെന്ന് ശ്രുതിയോട് തൻ്റെ മകൻ്റെ ഭാര്യ ആകാവോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. അപ്പൊ ശ്രുതി കേൾക്കാൻ ആഗ്രഹിച്ച കാര്യം തന്നെയാണ് ചന്ദ്ര പറഞ്ഞത്. ഭാമയാണെങ്കിലോ എടി ചന്ദ്രേ, നീ ഇതേ അവസരവാദി തന്നെയാണ്, അവസരോചിതമായി നിന്നെ പോലെ പെരുമാറാനായിട്ട്. എനിക്ക് അതിനുള്ള കഴിവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭാമ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുമ്പോഴത്തേക്കിനും ചന്ദ്രമതി ഭാമയെ ഒന്ന് നോക്കുകയാണ്. എന്തായാലും ശ്രുതിയാണെങ്കിലും മറുപടി ഒന്നും പറയാതെ നിൽക്കുമ്പോൾ മോൾ ആലോചിച്ച് പറഞ്ഞാൽ മതി, എൻ്റെ മോൻ്റെ ഭാര്യയായിട്ട് നിനക്ക് വരാൻ സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ സ്വന്തം മകളെ പോലെ തന്നെ നിന്നെ കണ്ടോളാന്ന് പറയുകയാണ്. ഉടനെ തന്നെ നമ്മുടെ ശ്രുതിയാണെങ്കിലോ അതെ ആൻറ്റി, എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞ് എൻ്റെ അച്ഛൻ 1 മാസത്തിനുള്ളിൽ തന്നെ മറ്റൊരു ബന്ധത്തിലേക്ക് പോയി. അതുകൊണ്ട് അതൊക്കെ കണ്ടു വളർന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് വിവാഹത്തോട് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ആൻറ്റി പറഞ്ഞ കാര്യം ഞാനൊന്ന് ആലോചിക്കാന്നൊക്കെ പറയാണ്. ശരി, മോള് സമയം എടുത്ത് ആലോചിച്ച് പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞ് ചന്ദ്രയാണെങ്കിൽ അവിടുന്ന് പോവാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലും ശ്രുതി ആഗ്രഹിച്ച കാര്യമായതുകൊണ്ട് തന്നെ ശ്രുതിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. അങ്ങനെ ആ ഒരു സീനിന് ശേഷം നമ്മളെ കാണിക്കുന്നത് സച്ചിയും രേവതിയും ഒക്കെയാണ്. അപ്പം രേവതി ആണെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് വളരെ കണ്ണീരോട് കൂടി പ്രാർത്ഥിക്കുകയാണ്. അപ്പം അവള് സച്ചിയോട് ചെയ്ത തെറ്റുകൾ അത് ഏറ്റുപറയുകയാണ് കേട്ടോ ഭഗവാന്റെ അടുത്ത്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനും കണ്ണുനീരൊക്കെ തുടച്ചു വരുന്ന ചേച്ചിയെ കാണുന്ന നമ്മുടെ ദേവു ആണെങ്കിലും അല്ല എന്താണ് കാര്യമായിട്ട് ഭഗവാന്റെ അടുത്ത് കരഞ്ഞൊക്കെ ആണല്ലോ പ്രാർത്ഥിച്ചത്. മോളെ, ഞാൻ ഒരാളോടൊരു തെറ്റ് ചെയ്തു, അതിന് ഞാൻ മാപ്പ് ചോദിച്ചതാണ്. എന്തായാലും ഈശ്വരൻ എന്നോട് പൊറുക്കുമായിരിക്കുമെന്ന് ദേവുവിന്റെ അടുത്ത് രേവതി പറയുമ്പം ദേവ് പറയുന്നുണ്ട്, ചേച്ചി അതിന് ഈശ്വരന്മാരോടല്ല മാപ്പ് പറയേണ്ടത്, സച്ചി ചേട്ടൻ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്, ചേട്ടനെ വിളിച്ച് ചേച്ചി മാപ്പ് പറയുന്നു പറയുക. അപ്പൊ ഉടനെ തന്നെ നിന്റെ ചേട്ടന്റെ അടുത്ത് മാപ്പ് പറയാൻ ചെന്നാലേ ശരിയാവില്ല, ചേച്ചിയുടെ സ്വഭാവം അത്ര ശരിയൊന്നും അല്ലാന്നും പറഞ്ഞ് ദേവു നമ്മുടെ രേവതിയെ കളിയാക്കുമ്പോഴത്തേക്കിനും രേവതി പറയുന്നുണ്ട്, അതെ നിന്റെ ചേട്ടൻ സംഭവമൊക്കെ ശരി തന്നെയാണ്, എനിക്കൊരു അബദ്ധം പറ്റി, ചേച്ചി ഒരു അബദ്ധമാണ് പറ്റിയതെന്ന് മാത്രം പറയല്ലേ, ഇതിപ്പോ എത്രാമത്തെ അബദ്ധ, എത്ര പ്രാവശ്യം ചേച്ചി പരാതി പറയാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പം ചേച്ചി തന്നെയാ തെറ്റ് ചെയ്തത്. തെറ്റ് ആര് ചെയ്താലും അത് സോറി ചോദിക്കേണ്ട ആവശ്യം തന്നെയാണ്. ചേച്ചി എന്തായാലും പോയി സോറി ചോദിക്കണമെന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ദേവു ഇങ്ങനെ പറഞ്ഞതും രേവതി ആണെങ്കിലും മടിച്ച് നിൽക്കുക. അപ്പൊ സച്ചി ആണെങ്കിലോ അങ്ങോട്ടേക്ക് വരിക കേട്ടോ. അല്ല ദേവു, നിനക്ക് എന്താണ് ഇത് കോളേജിലൊന്നും പോവണ്ടേ, നീ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് എന്താന്ന് ചോദിക്കുമ്പം ദേവ് പറയുന്നുണ്ട്, സ്ട്രൈക്കാണ് ചേട്ടാ. എന്തായാലും ഈ ഒരു ക്ഷേത്രത്തിൽ വന്നു ചേച്ചിയാണെങ്കിൽ ഈശ്വരന്റെ മുന്നിൽ താണ് കേണ് നിന്നാണ് പ്രാർത്ഥിച്ചിട്ട് വന്നിരിക്കുന്നത്. സച്ചി ചേട്ടനോട് ചെയ്ത തെറ്റ് അത് ചേച്ചിയെ ഇങ്ങനെ വല്ലാണ്ട് വിഷമിപ്പിക്കുകയെന്നൊക്കെ ദേവ് പറയുക. അപ്പൊ ഉടനെ നമ്മുടെ സച്ചി പറയാണ്, അതെ എന്നോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ എന്നോട് സോറി പറയണം. ഞാൻ ആരോട് തെറ്റ് ചെയ്താലും അവരോട് ഞാൻ സോറി പറയാറുണ്ടല്ലോ, അതാണ് അതിന്റെ മര്യാദ. അല്ലാതെ ക്ഷേത്രത്തിൽ പോയി ഈശ്വരനെ ശല്യം ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഈശ്വരനല്ലല്ലോ ഇതൊക്കെ പറഞ്ഞും ചെയ്യുകയൊക്കെ ചെയ്തത്. എന്റെ പൊന്നോ ഒന്നും പറയണ്ട. എന്തായാലും നിന്റെ ചേച്ചി എന്നോട് സോറിയൊന്നും പറയാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് സച്ചി ഇങ്ങനെ പറയുക. അപ്പൊ ഈ സമയത്താണെങ്കിലോ സച്ചിക്ക് ഒരു കോള് വരിക കേട്ടോ. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ വന്നോളാം. അല്ല ദേവു, നിങ്ങൾ എന്താ രണ്ടാളും സാധാരണ നിങ്ങൾ മാല കെട്ടി കൊടുക്കുന്ന ക്ഷേത്രത്തിലാണല്ലോ പോകുന്നത്, ഈ ക്ഷേത്രത്തിൽ എന്താ ഇത്ര പ്രത്യേകത എന്ന് പറയുമ്പം അതെ ഒരുപാട് വിഷമമൊക്കെ മനസ്സിലുണ്ടാകുമ്പം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മനസ്സിന്റെ സങ്കടങ്ങളെല്ലാം മാറുമെന്നൊക്കെ ദൈവം ഇങ്ങനെ പറയുകയാണ്. അപ്പൊ ആ സമയത്താണെങ്കിലോ നമ്മുടെ സച്ചി കളിയാക്കുകയാണ്, എടി കൊച്ചേ എന്തൊക്കെ വന്നാലും ഒരാളോട് തെറ്റ് ചെയ്താൽ അയാളുടെ മുഖത്ത് നോക്കി സോറി പറഞ്ഞാൽ തീരാവുന്ന വിഷയങ്ങളൊക്കെ ഉള്ളൂ. നീ നിന്റെ ചേച്ചി ഓരോരോ കാര്യങ്ങളെന്നും പറഞ്ഞ് സച്ചി അവിടുന്ന് പോവാൻ തുടങ്ങുമ്പം രേവതി ആണെങ്കിൽ ദേവു നിൽക്കാൻ പറയുമെന്നും പറഞ്ഞ് ദേവുവിനെ കൊണ്ട് സച്ചി അവിടെ നിർത്തിക്കുകയാണ്. അപ്പൊ ഉടനെ തന്നെ നമ്മുടെ രേവതി അങ്ങ് ഓടി ചെന്നിട്ട് പ്രസാദം എടുത്ത് കൊടുക്കുമ്പം സച്ചി ആണെങ്കിൽ ഇതിനായിരുന്നോ വിളിച്ചത്? ഞാൻ ഓർത്തു നിന്റെ വിളിയൊക്കെ കേട്ട് കഴിഞ്ഞപ്പം സോറി പറയാൻ എങ്ങാനും ആയിരിക്കുമെന്ന്. നിന്റെ ചേച്ചി സോറി പറഞ്ഞിട്ട് ഞാൻ ഇന്ന് കേൾക്കുമെന്നും പറഞ്ഞ് സച്ചി അവിടുന്ന് ഇങ്ങനെ പോവാട്ടോ. അപ്പൊ ഈ സമയത്താണെങ്കിലോ രേവതി ഇങ്ങനെ സച്ചിയെ രൂക്ഷമായി നോക്കുകയാണ്. എന്തായാലും പുള്ളിക്കാരി ചെയ്തത് തെറ്റ് തന്നെയാണ്, പക്ഷെ സോറി ഒന്നും പറയാനുള്ള മനസ്സൊന്നും ഇല്ല. അങ്ങനെ ആ ഒരു സീൻ കഴിയുമ്പോഴോ
നമ്മുടെ ശ്രുതിയാണെങ്കിൽ വലിയ സന്തോഷത്തിലാണ്. അപ്പോൾ ഓടി വന്ന് കൂട്ടുകാരിയെ കെട്ടിപ്പിടിക്കുമ്പോഴത്തേക്കിനും കൂട്ടുകാരി ചോദിക്കുന്നുണ്ട്, എന്താടി എന്ത് പറ്റി, നമ്മുടെ പ്ലാൻ പൊളിഞ്ഞു അല്ലേ, അതിൻ്റെ സങ്കടമാണോ നീ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പം, എടി പ്ലാൻ പൊളിഞ്ഞതൊന്നും അല്ല, പ്ലാൻ സക്സസ് ആണ്. ഈ ശ്രുതി ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് സക്സസ് ആവുമെന്ന് നിനക്ക് അറിയില്ലെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ശ്രുതിയുടെ സന്തോഷമൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കിനും കൂട്ടുകാർ പറയാ, എടി സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ പറയ്. എടി ചന്ദ്രമതി വീണും, ചന്ദ്രമതി എന്നെ ശ്രുതിക്ക് വേണ്ടി കല്യാണം ആലോചിച്ചു എന്നുള്ള കാര്യം പറയാ. അല്ലടി മോളെ, അതൊക്കെ ശരിയാണ്, പക്ഷേ നിന്റെ യഥാർത്ഥ അമ്മ ജീവിച്ചിരിപ്പുണ്ടല്ലോ, അവര് കൂടി സമ്മതിക്കണ്ടേ നിന്റെ കല്യാണത്തിന്? ആ സമ്മതമൊക്കെ നമുക്ക് വാങ്ങിക്കാന്നേ. ഒരു കാര്യം ചെയ്യ്, നമുക്ക് ഒരുമിച്ചൊന്ന് പോയാലോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ കൂട്ടുകാരിയും കൂടി നമ്മുടെ ശ്രുതിയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. ചെല്ലുമ്പോൾ തന്നെ കാണിക്കുന്നത് അമ്മയും അതുപോലെ നമ്മുടെ ശ്രുതിയുടെ കുഞ്ഞും കൂടി മുറ്റത്ത് നിൽക്കുന്ന കാഴ്ചയാണ്. ഓടി ചെല്ലുമ്പോഴത്തേക്കിനും ചേച്ചിയെന്ന് വിളിച്ചാണ് കുഞ്ഞ് ഓടി അങ്ങ് ചെല്ലുന്നത്. അപ്പൊ ശ്രുതിയാണെങ്കിലോ കുഞ്ഞിന് കൊടുക്കാനായിട്ട് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കുഞ്ഞിന്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട്, ഇടാ ചെക്ക, നീ ഇങ്ങനെ കളിച്ച് നടന്നോ, ഇനിയിപ്പോ വെക്കേഷനൊക്കെ തീരാറായി, അത് കഴിയുമ്പോഴത്തേക്കിനും കാണാൻ കേട്ടോ എന്നൊക്കെ പറയാണ്. എന്റെ ചേച്ചി, ഞാൻ എന്തായാലും പഠിക്കും, ഇപ്പൊ ചേച്ചി അതൊക്കെ ഇങ്ങ് താന്നും പറഞ്ഞു. കുഞ്ഞാണെങ്കിലോ പാവം, അതിനറിയത്തില്ലെന്ന് തോന്നുന്നു അതിന്റെ അമ്മയാണെന്നുള്ള കാര്യം. അങ്ങനെ കുഞ്ഞ് അതുമൊക്കെ ആയിട്ട് അകത്തോട്ട് പോകുമ്പം അമ്മ വിളിക്കാണ്, എന്താ കല്യാണി മോള് വരുന്ന വിവരം ഒന്നും അറിയിക്കായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, കല്യാണിയോ? അപ്പൊ കൂട്ടുകാരി, ഓ നിന്റെ ഒറിജിനൽ നെയിം കല്യാണി എന്നാണല്ലോ. ഞാനത് ഓർത്തില്ലടി. പിന്നെ അമ്മ ഞാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാല് എനിക്ക് അമ്മയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അപ്പം മകള് പെട്ടെന്ന് തന്നെ അമ്മയും മകളും കൂടി റൂമിനകത്തോട്ട് പോവാണ്. പോയ പാടെ തന്നെ കൊച്ചാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ കൊച്ചിനോട് പറയുന്നുണ്ട്, പോനെ നീ അപ്പുറത്ത് പോയി കളിക്ക്, അമ്മ ചേച്ചി സീരിയസ് ആയിട്ട് അമ്മയോടൊരു കാര്യം സംസാരിക്കട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി വന്ന കാര്യം അമ്മയെ ബോധ്യപ്പെടുത്തുകയാണ്. അമ്മേ, ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ, ഒരാൾക്ക് എന്നെ വലിയ ഇഷ്ടമാണ്, അയാളും ഞാനും തമ്മിലുള്ള കല്യാണം അത് സെറ്റ് ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. അപ്പൊ അതിന് അമ്മയോട് സമ്മതം ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. അപ്പൊ അമ്മ പറയുന്നുണ്ട്, മോളെ നിന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം അവരോട് നീ പറഞ്ഞു എന്ന് ചോദിക്കുകയാണ്. എന്റെ ജീവിതത്തിൽ എന്ത് നടന്നെന്നാ നിങ്ങൾ ഈ പറയുന്നത്? എന്നെ 18 വയസ്സ് തികയുന്നതിന് മുന്നേ ഒരു വയസ്സായ ആൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തതാണോ? അതും നിങ്ങൾ പണം മോഹിച്ച് ചെയ്തതല്ലേ എന്നൊക്കെ ചോദിച്ച് ഇവൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് സ്വന്തം അമ്മയോട് ചോദിക്കുകയാണ്. അയാളാണെങ്കിലോ 2 വർഷം തികയുന്നതിന് മുന്നേ തന്നെ മരിച്ചും പോയി. ആ പ്രായത്തിൽ എനിക്കൊരു അറിവുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നടക്കുന്ന പോലെയുള്ള ഒരു വിഷവിത്ത് അതെന്റെ വയറ്റിൽ കുരുക്കുമായിരുന്നു എന്നുള്ള ഒറ്റ ചോദ്യം. ആ ചോദ്യം കേൾക്കുമ്പം നമുക്ക് മനസ്സിലാകും ശ്രുതിയുടെ ജീവിതത്തിൽ ഇതിന് മുന്നേ സംഭവിച്ച ട്രാജഡിയും കാര്യങ്ങളും. അപ്പം അവൾ ഒരിക്കലും ആഗ്രഹിച്ചുകൊണ്ടല്ല ആ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പോയത് എന്നുള്ള കാര്യങ്ങളാണ് ശ്രുതി അമ്മയോട് മുഖത്ത് നോക്കി തന്നെ പറയുന്നത്. അപ്പൊ അമ്മയാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുക കേട്ടോ. അപ്പൊ ഇതുപോലെയുള്ള ഒരു സെറ്റപ്പിനെയാണ് നമ്മുടെ ചന്ദ്രമതി സുധീന്ദ്രന് വേണ്ടിയിട്ട് കണ്ടുവച്ചിരിക്കുന്നത്. എന്തായാലും സൂപ്പർ ഹിറ്റ് കഥകൾ തന്നെയാണ് ഇനി വരാനുള്ളത്. പാവം നമ്മുടെ ബ്രോക്കർ ചേട്ടൻ, നമ്മുടെ മധുസാറ് വന്നിട്ട് കല്യാണമൊക്കെ ആലോചിച്ചതും ഇതുപോലെയുള്ള, പക്ഷെ അവർക്ക് ഇച്ചിരി കാശൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അതൊന്നും അല്ല ഇവിടെ നടക്കാൻ പോകുന്നത്. ചന്ദ്രമതി മൊത്തത്തിൽ പെടും. എന്തായാലും ഈ സൂപ്പർ ഹിറ്റ് വിശേഷങ്ങൾക്കായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്